സിസ്റ്റം നന്നാകാൻ വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുത്തിരിക്കുകയാണ് മലപ്പുറത്തുകാരനായിട്ടുള്ള ഷൗക്കത്ത് അലി എന്ന് പറയുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ. അദ്ദേഹത്തിൻ്റെ ജീവൻ കൊടുത്തുകൊണ്ട് ഈ സിസ്റ്റം നന്നാവുമെന്ന് വല്ല പ്രതീക്ഷയുണ്ട്? ഒരിക്കലും ഇല്ല. അതൊരിക്കലും ആത്മഹത്യ ഒന്നിനും പോകാൻ വഴിയല്ല. അത് അദ്ദേഹം ആദ്യം മനസ്സിലാക്കണമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമല്ല എങ്കിൽ പോലും സംഭവിച്ചു. അതിൻ്റെ കുടുംബാംഗങ്ങളാരും നമുക്ക് വളരെ ദുഃഖകരമാണ്. പക്ഷേ ഈ നാട്ടിലെ സിസ്റ്റം നന്നാക്കാൻ വേണ്ടി ഞാൻ ജീവൻ ബലി കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിനൊന്നും യാതൊരു അത് ഒരു ദിവസത്തെ വാർത്ത മാത്രമേ അവസാനിക്കും, ഒന്നും സംഭവിക്കില്ല. ഈ സിസ്റ്റം നന്നാക്കാൻ വേണ്ടി ബലി കൊടുത്ത ഒരുപാട് പേര് നമുക്ക് മുന്നിൽ ഉണ്ട്. അതിലൊരാളായിരുന്നു കണിച്ചുകുളങ്ങര SNDP യൂണിയൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള കെ മഹേഷ്. മഹേശൻ വെള്ളാപ്പള്ളി നടേശൻ എന്ന കള്ളനാണയത്തെ തുറന്നു കാണിക്കാനും വെള്ളാപ്പള്ളി നടേശനെ തുറുങ്കിലടയ്ക്കാനും വേണ്ടിയാണ് തൻ്റെ ജീവൻ ബലിയർപ്പിച്ചത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം വന്ന് തൻ്റെ ജീവനെ ഒടുക്കുമ്പോൾ 32 പേജുള്ള കത്തെഴുതി വെച്ച് ജീവൻ ഒടുക്കുമ്പോൾ അദ്ദേഹം കരുതിയിരുന്നത് നാളെ തന്നെ വെള്ളാപ്പള്ളി നടേശനെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടയ്ക്കും, മൈക്രോ ഫിനാൻസ് കേസിൽ വെള്ളാപ്പള്ളി നടേശൻ കാണിച്ച തരികിടകൾ പുറത്തു വരും എന്നൊക്കെയായിരുന്നു. ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബം ഇപ്പോഴും നീതി തേടി അലയുന്നു. പുതിയ സർക്കാർ വന്നപ്പോൾ വലിയ പ്രതീക്ഷയോടെ VM സുധീരൻ അടക്കമുള്ളവർ ഇടപെട്ടിട്ട് ഇവർ പുറകെ പോയി. പക്ഷേ ഒന്നും സംഭവിക്കാൻ സാധ്യത കാണുന്നില്ല. സമാനമായ ഒരു ആത്മഹത്യ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. അത് പെരുന്നാടെന്ന് പറയുന്ന സ്ഥലത്താണ്, റാന്നിയിൽ. ഒരു ബാബു എന്ന് പറഞ്ഞിട്ട് അയാളുടെ വീടിന് മുന്നിൽ CPMൻ്റെ ഒരു കയ്യേറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങേര് CPMകാരനാണ്. അവിടുത്തെ CPMൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള പഞ്ചായത്ത് മെമ്പർമാരടക്കം ചേർന്ന് ഇയാളെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്തു ഈ ബാബുവിനെ. അങ്ങനെ അവസാനം ബാബു ഒരു കത്തെഴുതി വെച്ചിട്ട് CPM നേതാക്കളുടെ 3 CPM നേതാക്കളാണ് എൻ്റെ ആത്മഹത്യയ്ക്ക് കാരണക്കാർ, ഇവർ ഇന്ന കാര്യങ്ങൾ എന്നോട് ചെയ്തു എന്ന് പറഞ്ഞ് തൊട്ടടുത്തുള്ള പള്ളിയുടെ പറമ്പിൽ ഒരു മരത്തിൽ കയറി തൂങ്ങി മരിച്ചു. ഇത് ഏതാണ്ട് ഒരിക്കലും ഇതുപോലെ ഓണ സമയമാണെന്ന് തോന്നുന്നു. ഓണമാണോ കൃത്യമായിട്ട് ഡേറ്റ് ഓർക്കുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു എല്ലാവരുടെയും പേരുണ്ട്. CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം ആയിട്ടുള്ള PS മോഹൻ അടക്കമുള്ളവരുടെ പേരുണ്ട്. PS മോഹൻ അന്ന് പെരുന്നാട് പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അയാളുടെ പേര് സഹിതം എഴുതി വെച്ചിട്ടാണ് ഈ ബാബുജി. ഓർത്തോണം, CPMകാരനുമാണ് ഈ ബാബു. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. എന്താണ്? അന്ന് റാന്നി DYSPയോട് ഞാനിത് ചോദിച്ചപ്പോൾ റാന്നി DYSP എന്നോട് പറഞ്ഞെന്തറിയോ, അത് ഈ കയ്യക്ഷരം ബാബുവിൻ്റെ ആണെന്ന് സ്ഥിരീകരിക്കണം, എങ്കിൽ മാത്രമേ. ഇങ്ങനെ ഫിംഗർ പ്രിന്റ് ബ്യൂറോയ്ക്ക് അത് അയക്കുന്നു, പിന്നെ വെരിഫൈ ചെയ്യുന്നു. എന്താണെങ്കിലും ആ സംഭവത്തിൽ ഒരു ചെറിയ കേസ് പോലും എടുക്കാൻ ഇവിടുത്തെ പോലീസ് തയ്യാറായില്ല. ആരാ ഭരിക്കുന്നത്? CPM. ആരാണ് ആ റാന്നി DYSP? ആരാണ് അവിടെ നിയോഗിച്ചത്? അത് ഈ പറയുന്ന PS മോഹൻ. പിന്നെ എങ്ങനെ നടക്കും? ഏത് സിസ്റ്റം ഇവിടെ ശരിയാവും? ഈ ഷൗക്കത്ത് അലിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ വാഹന പെർമിറ്റുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം മോട്ടോർ വാഹന വകുപ്പുമായി വിഷയം ഉണ്ടായത്. എന്തോ മോഡിഫിക്കേഷൻ വരുത്തിയുകൊണ്ട് പെർമിറ്റ് നിഷേധിച്ചു എന്നാണ് പറയുന്നത്. ഇത് ഈ സർക്കാർ കയറിയതിന് ശേഷമുള്ള കാര്യമല്ല. 10 മാസമായിട്ട് ഇയാൾ ഇതിൻ്റെ പുറകെ നടക്കുകയാണ്. അപ്പോൾ നേരത്തെ അയാൾ പറയുന്നത് ഡയറക്റ്റ് ഫിറ്റ്നസ് പരിശോധിക്കാൻ കൊടുത്തു, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഏജൻറ്റ് മുഖേന കൊടുത്തു, അപ്പോഴേ ഫിറ്റ്നസ് റെഡിയായി കഴിഞ്ഞു. അതാണ് നമ്മുടെ നാട്ടിലെ സ്ഥിതി. അതായത് നമുക്ക് സത്യത്തിൽ ഒരു ആവശ്യത്തിനും ഒരു സർക്കാർ ഓഫീസിലും നമ്മളിപ്പോൾ പോകേണ്ട കാര്യമില്ല. എല്ലാ അക്ഷയ സെൻറ്റർ മുഖേന നടത്താം, ഓൺലൈനായി ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ കമ്പ്യൂട്ടറും പ്രിൻ്ററും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കും ചെയ്യാം, വീട്ടിൽ ഇരുന്നുകൊണ്ട് ചെയ്യാം. ഞാനൊക്കെ എൻ്റെ എല്ലാ കാര്യവും വീട്ടിൽ ഇരുന്നുകൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇതുപോലെയുള്ള വിഷയങ്ങൾ, അതായത് ഈ ഫിറ്റ്നസ് പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ RTO ഓഫീസ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അഴിമതി മുക്തമാക്കാൻ സാധിക്കില്ല, ഒരു കാരണവശാലും സാധിക്കില്ല. സബ് രജിസ്ട്രാർ ഓഫീസ്, RTO ഓഫീസ് ഒരിക്കലും നടക്കില്ല. നമുക്കറിയാം, സബ് രജിസ്ട്രാർ ഓഫീസിൽ ഇപ്പോൾ സ്വന്തമായിട്ട് നമുക്ക് ആധാരം എഴുതാം, ആധാരം. പക്ഷെ ഒരിക്കലും അവരത് പ്രോത്സാഹിപ്പിക്കത്തില്ല. അതായത് സ്വന്തമായിട്ട് എഴുതാൻ ടെംപ്ലേറ്റ്സ് ഉണ്ട്, അതായത് മാതൃകയുണ്ട്. ആ മാതൃകയിൽ നമ്മുടെ പേര് മാത്രം പൂരിപ്പിച്ചാൽ. മാത്രമല്ല, പലപ്പോഴും ഈ ഇത് എഴുതുമ്പോൾ ആധാർ എഴുതുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് വേറൊരു ഭാഷയാണ് പലപ്പോഴും അവർ ഉപയോഗിക്കുക. ആധാർ എഴുത്തുകാർ ഉപയോഗിക്കുന്ന ഒരു ഭാഷ നമുക്ക് പെട്ടെന്ന് ചിലത് നമുക്ക് മനസ്സിലാവുകയില്ല എന്താണെന്നുള്ളത്. ആ ഒരു പ്രത്യേകത. നമ്മൾ ആധാരം എടുക്കുന്ന എഴുത്ത ടെംപ്ലേറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ സർവേ നമ്പർ, ഭൂമി നമ്പർ, അതിൽ എലുക മറ്റേ ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളിത് ചെയ്ത് കൊണ്ടുവന്നാൽ അവർ അംഗീകരിക്കത്തില്ല, അവർ സമ്മതിക്കുകയില്ല.
കുറ്റം കണ്ടുപിടിക്കും. അവർ ആധാരം എഴുത്തുകാർ മുഖേന മാത്രമേ അത് സ്വീകരിക്കുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആധാരം എഴുത്തുകാർ ഒരു ആധാരം നടത്തിപ്പിന് ഒരു കസ്റ്റമർ വരുമ്പോൾ അവരോട് ആദ്യമേ പറയും ഇത്ര രൂപ അവിടെ കൊടുക്കേണ്ടി വരും. പടി അതായത് ലാസ്റ്റ് ഗ്രേഡ് മുതൽ സബ് രജിസ്ട്രാർ വരെ പടിയുണ്ട്. അത് ഏകീകൃത സ്വഭാവമാണ്. ഒരു കാരണവശാലും അതിന് ഓരോരുത്തർക്കല്ല പടി, ഇത്ര രൂപ കൊടുക്കും. ഇപ്പോൾ ഒരു ആധാരത്തിന് ഇത്ര രൂപ കൊടുത്താൽ 2000 രൂപ കൊടുക്കുക എന്നിരിക്കുക. അവിടെ 10 പേരുണ്ടെങ്കിൽ അതിൽ താഴെയുള്ളവർക്ക് 100, അതിന് തൊട്ട് വേണം 150, 200 അങ്ങനെ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരാൾക്ക് 100 രൂപയൊക്കെ എന്താ മേടിക്കുന്നത്. പക്ഷെ പലതുള്ളി വരുവെള്ളം. ദിവസം 10 ആധാരം മാത്രം നടന്നാൽ മതി, ഇത്ര രൂപ കിട്ടിയെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ദിവസം ഇവർക്ക് പടി ഇനത്തിൽ മിക്കവാറും ഉയർന്ന ഉദ്യോഗസ്ഥർ ഒരു 10-30,000 രൂപയുമായിട്ടാണ് പോകുന്നത്. താഴോട്ട് പോകുന്ന സമയത്ത് ചെല്ലുന്ന സമയത്ത് എങ്ങനെ പോയാലും ഏറ്റവും ഉള്ള ഈ ലാസ്റ്റ് ഗ്രേഡ് തൂക്കുന്ന ആളിന് വരെ ഒരു 5,000 രൂപ ഏറ്റവും കുറഞ്ഞ ഒരു കിട്ടും, കൈ കിട്ടും. ശമ്പളത്തെ അവർക്ക് തൊടുകയേ വേണ്ട. മനസ്സിലായില്ലേ? ഈ പൈസ ഈ പൈസ എവിടെയാണ് കീപ്പ് ചെയ്യുന്നത്? ഒരിക്കലും സബ് രജിസ്ട്രാർ ഓഫീസിലല്ല, ആധാരം എഴുത്തുകാരായ ഇടനിലക്കാരുടെ കയ്യിലാണ്. അത് ഇങ്ങനെയാണ് അത് മുന്നോട്ട്. അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ. മോട്ടോർ വാഹന വകുപ്പിലും വ്യാപകമായ ക്രമക്കേട് തന്നെയാണ്. വ്യാപകമായി. അതായത് ഏജൻറ്റന്മാരെ ഏജൻറ്റ് ഫ്രീ മോട്ടോർ വാഹന വകുപ്പ് നമുക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? പറ്റത്തില്ല, ഒരു കാരണവശാലും പറ്റില്ല. കാരണം ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ തോന്നും. ഇപ്പം ഞാൻ എൻ്റെ ഒരു ബൈക്ക് വിറ്റു, ഞാൻ തന്നെയാണ് അതിൻ്റെ RC മാറ്റി കൊടുത്തത്. ഞാൻ തന്നെ ഓൺലൈനിൽ അപ്പോൾ തന്നെ അപ്ലൈ ചെയ്തു, അതിൻ്റെ പ്രിൻ്റ് എടുത്തു, എല്ലാം ഒപ്പിടേണ്ടതെല്ലാം ഒപ്പിട്ടു. നമ്മൾ വണ്ടി വിറ്റാക്കുക, അത് സഹിതം കൊടുത്തു. നിങ്ങൾ RT ഓഫീസിൽ കൊണ്ട് കൊടുത്തേക്കാൻ പറഞ്ഞു. അവിടെ കൊണ്ട് കൊടുത്തപ്പോഴേ അവർ അവിടെ നമ്മളെ വിളിച്ചു, ഇത് അപ്പോഴേ ചെയ്തു പോയി. അതേസമയം നമ്മൾ ഇതും കൊണ്ട് നേരിട്ടൊന്ന് ചെന്ന് നോക്കുക, ഈ RT ഓഫീസിൽ ചെന്ന് നോക്കുന്നുണ്ടെങ്കിൽ ഇവർ വെച്ച് തട്ടും. അവിടെയാണ് പ്രശ്നം. നമ്മൾ ഇത് നിശ്ചിത രീതിയിൽ ക്രമമായിട്ട് തന്നെ ഈ സംഭവം ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ഇതായാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ വണ്ടി പേര് മാറ്റി നമ്മൾ കര അടയ്ക്കുന്നത് വീട്ടുകാരും വസ്തുവിനും എല്ലാം അടയ്ക്കുന്നത് എല്ലാം ഓൺലൈനിലല്ലേ? എല്ലാം ഓൺലൈനിലാണ്. എല്ലാം അടയ്ക്കുന്നത് എല്ലാം അങ്ങനെയല്ലേ? ഇപ്പോഴും മൊത്തം കാര്യങ്ങൾ ഓൺലൈനിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിനകത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഈ ഷൗക്കത്ത് അലിയുടെ കേസിൽ എന്താണ്, ഇവർ പെർമിറ്റ് നിഷേധിക്കുകയാണ്. അത് അവർക്ക് നിഷേധിക്കുന്നതിന് നിസ്സാര കാരണം പറയും. അത് ആ ഉദ്യോഗസ്ഥർക്ക് നിഷേധിക്കാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നം. അവർ മോഡിഫിക്കേഷൻ്റെ പേരിൽ നിഷേധിക്കുക എന്ന് പറയുമ്പോൾ വേറെ വഴിയില്ലല്ലോ. മോഡിഫിക്കേഷൻ മാറ്റമല്ലാതെ വേറെ പോകാൻ വഴിയില്ലല്ലോ, വേറെ മാർഗ്ഗമില്ല. അതേസമയം ഇതിനകത്ത് ഷൗക്കത്ത് അലിയുടെ വണ്ടിയിലെ മോഡിഫിക്കേഷൻ നമ്മൾ കണ്ടു. എന്നാൽ യഥാർത്ഥ മോഡിഫിക്കേഷൻ നീക്കം ചെയ്തതിനാണ് 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് 5 ലൈറ്റും 4 അലോയ് വീലുമായിട്ട് വന്ന വണ്ടിക്ക് പിടിച്ച് വെറും 5,000 രൂപ ഫൈൻ അടച്ചു. 50,000 രൂപ അടയ്ക്കാൻ യോഗ്യരാണ്. കോടതി ഇടപെട്ട അവസാനം അക്കാര്യത്തിൽ കോടതി ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് കൂടുതൽ പിഴ ഈടാക്കിയില്ല? അതെ, ആ ഉദ്യോഗസ്ഥരെ നിന്ന നിപ്പിൽ സസ്പെൻഡ് ചെയ്ത അത്ര സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. മോഡിഫിക്കേഷന് ഉറപ്പായിട്ടും എതിർക്കണം, പക്ഷേ അതിൻ്റെ പേരിൽ ഫിറ്റ്നസ് നിഷേധിക്കാൻ പാടില്ല. അത് ഒരു യാത്രാ വാഹനം, നിങ്ങൾ ഈ മോഡിഫിക്കേഷൻ അടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ പോരെ, അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. എന്നാൽ ഇത് പറയുന്നില്ല അയാളോട്, അവിടെയാണ് പ്രശ്നം. കാരണം വെളിപ്പെടുത്താതെ അനുമതി നിഷേധിക്കുന്നു. അയാൾ കാരണം വെളിപ്പെടുത്താതെ അനുമതി നിഷേധിക്കുന്നു. അയാൾ കയറി ഇറങ്ങി അയാൾ മടുക്കുന്നു. അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ പോസ്റ്റ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ വളരെ ഹൃദയം തൊടുന്ന വാക്കുകളിലാണ് അത് എഴുതി വെച്ചത്. പക്ഷെ അതിന് അദ്ദേഹം ആത്മഹത്യ തിരഞ്ഞെടുത്ത രീതി മാത്രം നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല. കാരണം സിസ്റ്റം നന്നാവുമെന്ന് കരുതിയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തെങ്കിൽ ഒരിക്കലും നന്നാവില്ല. കാരണം ഇവിടുത്തെ ഗതാഗത മന്ത്രിയുടെ കിളി പോയിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ അദ്ദേഹത്തിന് എന്താണ് ചെയ്യേണ്ടതെന്ന്. ഒരു കാര്യത്തിലും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ജീവിതത്തിൽ ആദ്യം ഒരു ജനപ്രതി ആയതിൻ്റെ ത്രില്ല് മാറിയിട്ടില്ല ഇപ്പോഴും. അദ്ദേഹത്തിന് സാമ്പത്തിക വിദഗ്ധൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. പക്ഷേ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക വൈദഗ്ധ്യം ഒന്നും ഇവിടെ ഏശുന്നില്ല. അദ്ദേഹത്തിന് ആ ഒരു വകുപ്പ് സ്വന്തമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. സിസ്റ്റം നമുക്ക് എല്ലായിടത്തും അറിയാം, പക്ഷേ സിസ്റ്റം നന്നാകത്തില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ആരോഗ്യവകുപ്പിൽ ചെന്ന് നോക്കണം ഇപ്പം. കാരണം വളരെ നിശബ്ദമായൊരു വിപ്ലവമാണ് അദ്ദേഹം നയിക്കുന്നത്. ആരാ? കെ മുരളീധരൻ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള, കഴിവും പ്രാപ്തിയും ദീർഘവീക്ഷണമുള്ള മന്ത്രിമാരുണ്ട്. അവർക്കത് ചെയ്യാൻ സാധിക്കും. അത് ചെയ്യുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് നമ്മുടെ കെ മുരളീധരൻ എന്ന ആരോഗ്യമന്ത്രി. ഈ ഗതാഗത വകുപ്പ് ഈസി ആയിട്ട് പരിഷ്കരിക്കാവുന്നതേ ഉള്ളൂ. ഈസി ആയിട്ട്
മൊത്തം എണ്ണത്തിനെ അടിച്ചോടിക്കണം ഈ പറയുന്ന ഇടനിലക്കാരെ. അത് ചെയ്യാൻ ഒരു ഇച്ഛാശക്തിയുള്ള മന്ത്രി മാത്രം ഉണ്ടായാൽ മതി. പക്ഷേ അങ്ങനെ ഒരു മന്ത്രി നമുക്ക് നിർഭാഗ്യവശാൽ ഇല്ല. ഗണേഷിൻ്റെ കാലത്ത് പോലും ഇവരെ ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല. ഇല്ല, ഇടനിലക്കാർ അന്നും ഉണ്ടല്ലോ. ഇടനിലക്കാർ അന്ന് ശ്രദ്ധിക്കണം. അങ്ങ് മുകളിൽ ട്രാൻസ്ഫർ കമ്മീഷനോട്ട് താഴെ അറ്റം വരെ എല്ലാ കാര്യത്തിനും ഇടപെടുമ്പോൾ ഈ ഇടനിലക്കാർ വേണം. എന്താണെങ്കിലും ഒരു കാര്യം, ഈ ഷൗക്കത്ത് അലി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ വിയോഗത്തിൽ വളരെയധികം വിഷമമുണ്ട്. പക്ഷേ അദ്ദേഹം കാണിച്ചത് അവിവേകമായി പോയി എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവും.